Hello, dear students. I hope you all are fine. Last day we were discussing on section 1 interrogatives and negatives. ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിങ് വേർഡ്സ് ആയിരുന്നു. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നായിരുന്നു. We learned chapter 56. The title was negatives, which consists of how you can convert a positive sentence into a negative one without changing the meaning as well as with changing the meaning. അപ്പോൾ മീനിങ് ചേഞ്ച് ചെയ്തുകൊണ്ടും ചേഞ്ച് ചെയ്യാതെയൊക്കെ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതായിരുന്നു chapter 56. Then we moved on with chapter 57 that discussed how to frame questions. In that chapter we learned how to create questions or how to frame questions for some answers. അതിന് യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ ചാപ്റ്റർ 57 കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ചാപ്റ്റർ 57 we learned that. And today we are moving on to chapter 58 and the title is what's what. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തിൻ്റെ എന്ത്. ആക്ച്വലി ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് വേർഡ്സ് പഠിച്ചായിരുന്നു. ക്വസ്റ്റ്യനിങ് വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച വേർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ വാട്ട്, വിച്ച്, ഹൗ, വെൻ, അല്ലെങ്കിൽ വെയർ, വൈ, ഹൂ, അങ്ങനെയുള്ള കുറേ വേർഡ്സ്. ഇതെല്ലാം എന്താണ് ആക്ച്വലി ദേ ആർ ആക്ച്വലി ക്വസ്റ്റ്യനിങ് വേർഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സിനെ കുറിച്ച് ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദീസ് വേർഡ്സ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വേർഡ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വേർഡ് ഈസ് വാട്ട്. അപ്പോൾ നമുക്ക് ജനറലി ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ചാപ്റ്ററിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വാട്ടാണ്. വാട്ട് എന്താണ് നിങ്ങൾക്കറിയാം. വാട്ട് ക്യാൻ ആക്ച്വലി ആക്ട് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിങ്, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം യൂസ് ചെയ്യുന്നത്. അപ്പം വാട്ട് ആക്ച്വലി ഒരു ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കിയേ. യൂസ്ഡ് ആസ് എ റിക്വസ്റ്റ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ. നമ്മളൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ വേണ്ടി ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദ മാറ്റർ. അത് അവിടെ നമ്മൾ ഒരു പേരല്ല, അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ടേം പോലെയാണ്. വാട്ട് ഈസ് ദ മാറ്റർ, എന്താണ് കാര്യം. അല്ലെങ്കിൽ യൂസ് ടു എൻക്വയർ അബൌട്ട് ദ ക്യാരക്ടർ, ഒക്യുപ്പേഷൻ, എക്സെട്ര ഓഫ് എ പേഴ്സൺ. ഒരാളുടെ സ്വഭാവം, അയാളുടെ രീതികൾ, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട്. വാട്ട് ഡസ് ഹീ ഡു, എന്താണ് അവൻ ചെയ്യുന്നത്. വാട്ട് ഡസ് ഹീ ഡു ഇവിടെയും ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കി. യൂസ് ടു ഇൻക്വയർ ആസ് ടു ദ ഒറിജിൻ, ഐഡൻറ്റിറ്റി, എക്സെട്ര ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ ഒറിജിനെ കുറിച്ച് ചോദിക്കാനൊക്കെ ആയിട്ട്. എക്സാമ്പിൾ നോക്കി. വാട്ട് ആർ ദോസ് ബേർഡ്സ്. എന്താണ് ആ പറക്കുന്ന പക്ഷികളൊക്കെ എന്താണ്. അവിടെയൊക്കെ നമ്മളൊരു നൗണിന് പകരം എന്നുള്ള രീതിയിലാണ്, പ്രോനൗൺ ആയിട്ടാണ് വരുന്നത്. അത് ക്വസ്റ്റ്യനിങ് ആയതുകൊണ്ട് we call it as interrogative pronoun. Then the fourth point, that is used to inquire about as to the worth, യൂസ്ഫുൾനെസ് ആൻഡ് ഫോഴ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജസിനെ കുറിച്ചൊക്കെയാണ് പിന്നെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാനായിട്ട്. വാട്ട് ഈസ് ദ വെൽത്ത് വിത്തൗട്ട് ഫ്രണ്ട്സ്. നമ്മൾക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്ന് പറഞ്ഞതിൽ എന്ത് കാര്യമാണുള്ളത്. അപ്പം വാട്ട് ഈസ് വെൽത്ത് without friends. So here we are talking about something worth, വിലയുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആക്ച്വലി വാട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. അതാണ് ഒരു യൂസേജ്. നൗ നെക്സ്റ്റ് ഈസ് യൂസ്ഡ് ടു റിക്വസ്റ്റ് എ റിപ്പീറ്റേഷൻ ഓഫ് വേർഡ്സ് ഓർ ഇൻഫർമേഷൻ നോട്ട് ഫുള്ളി അണ്ടർസ്റ്റുഡ്, യൂഷ്വലി യൂസ്ഡ് ഇൻ എലിപ്റ്റിക്കൽ കൺസ്ട്രക്ഷൻ. യു നീഡ് വാട്ട്, നിനക്ക് എന്താ വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. യു നീഡ് വാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് അതും പ്രോനൗൺ ആയിട്ടാണ്. അല്ലെങ്കിൽ ഹൗ മച്ച് എങ്ങനെ വരും. വാട്ട് ഡസ് ഇറ്റ് കോസ്റ്റ്, ഇതിൻ്റെ വില എന്താണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ. വാട്ട് ഡസ് ഇറ്റ് കോസ്റ്റ്, ഇതിൻ്റെ വില എന്താണ്. അപ്പോൾ അതൊരു പ്രോനൗൺ ആയിട്ടാണ് വരുന്നത്. ഇനി യൂസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് വിച്ച്, എന്താണോ അയക്കുന്നതെന്നുള്ളത്. അതായത് ഐ വിൽ സെൻഡ് വാട്ട് ഈസ് പ്രോമിസ്ഡ്, എന്താണോ ഞാൻ വാക്ക് തന്നത്
അത് ഞാൻ അയക്കും. സോ ഇവിടെ നമ്മൾ വിച്ചിന് പകരമാണ് ആക്ച്വലി വാട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ വിൽ സെൻഡ് വാട്ട് വാസ് പ്രോമിസ്ഡ്. ഞാൻ എന്താണോ വാക്ക് പറഞ്ഞിരുന്നത് അത് ഞാൻ അയക്കും. ദ നെക്സ്റ്റ് വാട്ട് എവർ എനിത്തിങ് ദാറ്റ് ആ അർത്ഥത്തിൽ വരും. എങ്ങനെ നോക്കി, സേ വാട്ട് യു പ്ലീസ്, കം വാട്ട് മേ എന്ത് വേണമെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതൊക്കെ എന്താണ്, ഒരു വാട്ട് എവർ എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അവിടെയും ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ തന്നെയാണ്. ദ കൈൻഡ് ഓഫ് തിങ് ഓർ പേഴ്സൺ. ഹീ സെഡ് വാട്ട് എവ്രി വൺ എക്സ്പെക്റ്റഡ് ഹീ വുഡ്. അയാൾ എന്ത് പറയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചോ അതാണ് അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ദ കൈൻഡ് ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്, ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യാം നമുക്ക് വോട്ട് യൂസ് ചെയ്യാം. ഹീ സെഡ് വാട്ട് എവ്രി വൺ എക്സ്പെക്റ്റഡ് ഹീ വുഡ്. സോ ദാറ്റ് ഈസ് അനദർ യൂസേജ്. നൗ നെക്സ്റ്റ് ഈസ് ആസ് മച്ച് ആസ് ഓർ ആസ് മെനി ആസ്. എത്രമാത്രമാണോ എന്നുള്ള രീതിയിൽ വരാം. വി ഷുഡ് ഈച്ച് ഗീവ് ആസ് മച്ച് ആസ് വി ക്യാൻ. വി ഷുഡ് ഈച്ച് ഗീവ് ആസ് മച്ച് ആസ് വി ക്യാൻ. അടുത്തത് നോക്കി, ദ തിങ് ഓർ ഫാക്ട് ദാറ്റ് യൂസ്ഡ് ഇൻ പാരന്തറ്റിക് ക്ലോസസ്. He went to the meeting and what was insisted on speaking. അതുപോലെ തന്നെ യൂസ് ടു ഇൻഡിക്കേറ്റ് മോർ ടു ഫോളോ, അഡീഷണൽ അധികമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. യു നോ വാട്ട്, ഷാൽ ബി ഗോ ഓർ വാട്ട്, നിനക്കറിയാമോ, അല്ലെങ്കിൽ യു നോ വാട്ട്, അല്ലെങ്കിൽ ഷാൽ ബി ഗോ ഓർ വാട്ട്, ഷാൽ ബി ഗോ ഓർ വാട്ട് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആയിട്ട്, ക്വസ്റ്റ്യനിങ് ആയിട്ട്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യനിങ് ആണ്. പ്രോനൗൺസ് ആയിട്ട് നമുക്ക് വോട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇൻട്രോഗേറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രോനൗൺ ആണ് പറഞ്ഞത്. ഹൗ വോട്ട് ക്യാൻ ഫോം സബ്ജക്റ്റ്. യൂസ്ഡ് ബിഫോർ, നൗണിന് മുൻപ് ഉപയോഗിക്കുമ്പോഴാണ് മിക്കവാറും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ നൗണിന് മുൻപായിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നത്. വാട്ട് ന്യൂസ്, വാട്ട് ക്ലോത്ത് ഷാൽ ഐ പാക്ക്. ഇവിടെ ക്ലോത്ത്സ് എന്നുള്ളതാണ് നൗണ്. വാട്ട് ക്ലോത്ത്സ് എന്ത് തരം തുണിയാണ്, ക്വസ്റ്റ്യനിങ് തന്നെയാണ്. പക്ഷേ വാട്ട് ക്ലോത്ത്സ് അല്ലെങ്കിൽ വാട്ട് ന്യൂസ് എന്ത് ന്യൂസാണ്. ന്യൂസ് എന്ന് പറയുന്ന നൗണാണ്. വാട്ട് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവാണ്, എന്ത് ന്യൂസാണ്. സോ ഹിയർ വാട്ട് ഈസ് ആക്ടിങ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അല്ലെങ്കിൽ വാട്ട് എവർ, ടേക്ക് വാട്ട് സപ്ലൈസ് യു നീഡ്, എന്ത് സപ്ലൈസ് ആണ് നിനക്ക് വേണ്ടത് അതെടുത്തു. So here also in the supplies. So here also it is acting as an interrogative adjective. ഇനി what can be used as an adverb. ഇതിനെല്ലാം പുറമെ adverb ആയിട്ട്, അതായത് വെർബിനെ ഡിഫൈൻ ചെയ്ത് പറയുന്നതാണ് adverb ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിയേ. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഓർ എത്ര മാത്രം എന്നൊക്കെ പറയാനായിട്ടാണ്. എക്സാമ്പിൾ നോക്കിയേ. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ, എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇതിനെ മാറ്ററുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യം. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ. ഇവിടെ ഒരു അഡ്വർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രിപ്പൊസിഷണൽ ഫ്രേസ് ബിഗിനിങ് വിത്ത്. വോട്ട് വിത്ത് സ്റ്റോംസ് ആൻഡ് ഓൾ ദെയർ റിട്ടേൺ വാസ് ഡിലേഡ്. അപ്പം വെൻ യു വാണ്ട് ടു യൂസ് എ പ്രിപ്പൊസിഷണൽ ഫ്രേസ് ബിഗിനിങ് വിത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വിത്ത് സ്റ്റോംസ് ആൻഡ് ഓൾ ദെയർ റിട്ടേൺ വാസ് ഡിലേഡ്. കാറ്റും കടലും കോളും ഒക്കെ ഉണ്ടായപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പം വോട്ട് വിത്ത് എന്ന് ആഡ് ചെയ്യും. സോ വി ആർ ആക്ച്വലി ഇൻട്രൊഡ്യൂസിങ് എ പ്രിപ്പൊസിഷണൽ ഫ്രേസ് ദാറ്റ് ഈസ് ബിഗിനിങ് വിത്ത്. സോ ദിസ് ഈസ് ഓൾസോ ഹൗ യു ക്യാൻ യൂസ് വോട്ട്. നമ്മളിപ്പം വോട്ടിൻ്റെ യൂസേജസ് ആണ് മെയിനായിട്ടും പറഞ്ഞത്. ഈ ചാപ്റ്ററിലും ഇത് തന്നെയാണ് ഇൻഡെപ്തിൽ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഇപ്പം പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ വാട്ട് ഇൻട്രോഗേറ്റീവ് പ്രോനൗണായിട്ട്, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവായിട്ട്, അഡ്വർബായിട്ട്, ഈ 3 രീതിയിലാണ് വാട്ട് യൂസ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ഈസ് വിച്ച്. ഹിയർ വിച്ച് ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രോനൗണായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കി. വിച്ച് വൺ, ഏതാണ്. വിച്ച് ഓഫ് ദിസ് ഡു യു വാണ്ട്, ഇതിലേതാണ് വേണ്ടത്. സോ വിച്ച് ഓഫ് ദിസ്. സോ ഹിയർ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ പ്രോനൗൺ. And since it's a question, it is called as an interrogative pronoun. Next one, whichever or anyone. Choose which appeals to you. ഏതാണോ നിനക്ക് ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്തോ. നെക്സ്റ്റ് ഈസ് used relatively in restrictive and non-restrictive clauses to represent a specific antecedent. The book which I read last night was exciting. Here also ബുക്കിനാണത് പറയുന്നത്. The book which I read, ഞാൻ വായിച്ച ബുക്ക്.
അപ്പോൾ അങ്ങനെ ഒരു റിലേറ്റീവായിട്ട് അല്ലെങ്കിൽ എന്താണ് നോൺ റെസ്ട്രിക്റ്റീവായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും ക്ലോസ് ആയിട്ട് വരാനായിട്ടും വിച്ച് യൂസ് ചെയ്യാം. ദെൻ അതേസമയം റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നോക്കിയേ, ഡാമേജ്ഡ് ഗുഡ്സ് കൺസ്റ്റിറ്റ്യൂട്ടഡ് പാർട്ട് ഓഫ് ദാറ്റ് which was sold to the auction. So here also it is acting as an interrogative pronoun. Then fifth one, used after a preposition to represent a specified antecedent. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, അതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്ത് വീണ്ടും ഊന്നി പറയാനായിട്ട്. അതായത് ദ ഹോഴ്സ് ഓൺ വിച്ച് ഐ റോഡ്. ഏത് ഹോഴ്സാണ്? ദ ഹോഴ്സ് ഐ റോഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്, ദ ഹോഴ്സ് ഓൺ വിച്ച് ഐ റോഡ്. സോ ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് interrogative adjective and it can be used with the which വെച്ച് യൂസ് ചെയ്യും, interrogative pronoun. Now moving on to the next one, used relatively to represent a specified or implied antecedent, that the one that a particular one that. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു വിച്ച് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിയേ, യു മേ ചൂസ് വിച്ച് യു ലൈക്ക്. സി, അതായത് ഇതിൽ ഏത് വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം. അപ്പം നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാം. സി, സോ നമ്മളൊരു ഒരു ചോയ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ യൂസ്ഡ് ഇൻ പാരന്തറ്റിക് ക്ലോസസ്, ദ തിങ് ഓർ ഫാക്ട്. സി, he hung around for hours and which was worse kept me from doing my work. സി, ഒരു കാര്യം എന്തിനെയാണ് വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് വന്നത്? ചുമ്മാ വെറുതെ മണിക്കൂറുകളോളം കറങ്ങി നടന്നു. ആൻഡ് വിച്ച് വാസ് വേഴ്സ്. സി, അത് പറഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്നതിനെക്കുറിച്ച് കൂടുതൽ മോശമായത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ജോലി ചെയ്യാതെ എന്നെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം നമ്മളതിന് കഴിഞ്ഞു വരുന്ന സെൻറ്റൻസിനെ കുറിച്ച് ഓൾറെഡി സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ സോ ഹിയർ വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. നൗ ഹൗ ടു യൂസ് വിച്ച് ആസ് ആൻ അഡ്ജക്റ്റീവ്. ഇപ്പം നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ് പറഞ്ഞത്. ഇനി അഡ്ജക്റ്റീവായിട്ട് എങ്ങനെയാണെന്ന്, വാട്ട് വൺ ഓഫ് അല്ലെങ്കിൽ എ സർട്ടൻ നമ്പർ ഓർ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുമ്പം വിച്ച് ബുക്ക് ഡു യു വാണ്ട്, ഏത് ബുക്കാണ് വേണ്ടത്. ഇവിടെ നോക്കിയാൽ ബുക്കാണ് നൗണ്, വിച്ച് എന്നുള്ളത് ആക്ച്വലി ആക്ടിങ് ആസ് ആൻ അഡ്ജക്റ്റീവ്. സോ വിച്ച് ബുക്ക് ഡു യു വാണ്ട്. ഇനി വിച്ച് എവർ, എനി ദാറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും, ഗോ വിച്ച് വേ യു പ്ലീസ്, ഏത് വഴി. സി, വഴി എന്നുള്ള നൗണിന് തൊട്ട് മുമ്പാണ് അഡ്ജക്റ്റീവായിട്ട് വിച്ച് യൂസ് ചെയ്യുന്നത്, വിച്ച് വേ യു പ്ലീസ്. ഇനി ബീയിങ് പ്രീവിയസ്ലി മെൻഷൻഡ്, പിന്നെ നേരത്തെ ഒന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം? ഇറ്റ് സ്റ്റോംഡ് ഓൾ ഡേ ഡ്യൂറിങ് വിച്ച് ടൈം ദ ഷിപ്പ് ബ്രോക്ക്. സി, അപ്പോൾ അത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് മുഴുവൻ കാറ്റായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ഒരു ഡ്യൂറിങ് വിച്ച് ടൈം, ആ ടൈമിനെ പിന്നെയും വീണ്ടും സംസാരിക്കാനായിട്ട് നമുക്ക് വിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെയെല്ലാം വിച്ച് എങ്ങനെയാണ് വരുന്നത്? അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. So we discussed what and which, and now we are moving on to where. ഇനിയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്, ക്വസ്റ്റ്യനിങ് വേർഡ് അല്ലെങ്കിൽ ഫ്രെയിമിംഗ് ആണ് where എന്ന് പറയുന്നത്. where ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് അഡ്വർബ്. അഡ്വർബ് നിങ്ങൾക്കറിയാം, വെർബിനെ ഡിഫൈൻ ചെയ്ത് സംസാരിക്കുന്നതാണ് ആക്ച്വലി അഡ്വർബ് എന്ന് പറയുന്നത്. അപ്പം where ഈസ് ആക്ടിങ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യനിങ് അഡ്വർബായിട്ട് ഒരുപാട് സെൻറ്റൻസസിൽ യൂസ് ചെയ്യാറുള്ളൊരു ടേമാണ് വെർബ്. ഇൻ ഓർ വാട്ട് പ്ലേസ്, ഏത് സ്ഥലത്ത്. വെയർ ഈസ് ഹീ. സി, അവിടെ ഈസ് എന്നുള്ള വെർബിന് അഡ്വർബായിട്ടാണ് വെയർ, എവിടെയാണ് അവൻ. വെയർ ഡു യു ലീവ്. സി, ഇവിടെ എല്ലാം ഡു എന്ന് പറയുന്ന വെർബിന് ഒരു അഡ്വർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി പൊസിഷൻസും സർക്കംസ്റ്റാൻസസും സാഹചര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് വെയർ ഡു യു സ്റ്റാൻഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ, നീ എവിടെയാണ് നിൽക്കുന്നത്. സി, ദേ ആർ ഓൾവേസ് റിലേറ്റഡ് ഓർ കണക്റ്റഡ് ടു വെർബ്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നൗ ദ നെക്സ്റ്റ്, ഇൻ വാട്ട് പർട്ടിക്കുലർ റെസ്പെക്റ്റ് ഓർ വേ, ഏത് രീതിയിലാണെന്ന് ചോദിക്കുന്നത്. വെയർ ഡസ് ദിസ് അഫക്റ്റ് അസ്, എവിടെയാണ് ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ടു വാട്ട് പ്ലേസ് പോയിൻ്റ് ഓർ എൻഡ്, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പോയിൻറ്റിനെ കുറിച്ചോ സംസാരിക്കാനായിട്ട് വേർ ആർ യു ഗോയിങ്. സി, ഇവിടെ എല്ലാം ഡയറക്ട്ലി റിലേറ്റഡ് ടു വെർബ്, അതുകൊണ്ടാണ് അത് അഡ്വർബായിട്ട് വരുന്നത്. ഇനി ഫ്രം വാട്ട് സോഴ്സ് അല്ലെങ്കിൽ എപ്പോൾ, വെൻസ് എപ്പോൾ എന്നൊക്കെ. വേർ ഡിഡ് യു ഗെറ്റ് സച്ച് എ നോഷൻ. സി, ഓൾ ദീസ് ഇൻ ദീസ് എക്സാമ്പിൾസ് ആൻ ഇൻട്രോഗേറ്റീവ് അഡ്വർബ് ഈസ് കണക്റ്റഡ് ടു എ വെർബ്, ഒരു വെർബുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണുള്ളത്. ഇനി വേറെ യൂസ് ചെയ്യുന്നത് കൺജങ്ഷൻ, കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കി,
ഇൻ ഓർ വാട്ട് പ്ലേസ്. എക്സാമ്പിൾ നോക്കിയേ, ഫൈൻഡ് വെയർ ഹീ ഈസ്. സി, ഫൈൻഡ് എന്നുള്ളതൊരു വെർബാണ്, ഹീ ഈസ് എന്നുള്ളത് നെക്സ്റ്റ് വൺ ആണ്. സോ ഫൈൻഡ് വെയർ ഹീ ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ കൺജങ്ഷൻ. ഇനി അടുത്തത് ഇൻ ഓർ അറ്റ് ദ പ്ലേസ്, പാർട്ട് ഓർ പോയിൻ്റ് എക്സെട്ര. എങ്ങനെയാണെന്ന് നോക്കിയാൽ, ദ ബുക്ക് ഈസ് വെയർ യു ലെഫ്റ്റ് ഇറ്റ്. എവിടെയാണ് ബുക്ക്, എവിടെയാണോ നീ വിട്ടത്. സി, അപ്പോൾ അതൊരു ജോയിനിങ് വേർഡായിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടു വോട്ട് ഓർ വാട്ട് എവർ പ്ലേസ്, ടു ദ പ്ലേസ് ഓർ എനി പ്ലേസ് ടു വിച്ച്. സി, ഐ വിൽ ഗോ വെയർ യു ഗോ. സി, നീ എവിടെ പോയാലും ഞാനും വരും. അപ്പോൾ അതൊരു എന്താണൊരു നീ എവിടെ പോയാലെന്നുള്ള ഒരു വേർഡിനെ എവിടെയും വരും എന്നുള്ളൊരു അനദർ സെൻറ്റൻസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്ത് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് വേർഡായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ യൂസ് വെയർ. ഇനിയുള്ളൊരു ക്ലസ്റ്ററാണ് ഹൂ, ഹും, ഹൂസ്. ഇതിൽ നമ്മൾ ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. ഹൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചോദിക്കും, ഹും എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് രീതിയിലാണ്, ഹൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പെസിഫൈ ചെയ്ത് ആരുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഹൂ, ഹും, ഹൂസ്. ഹൂ മീൻസ് പ്രൊനൗൺ, പൊസസീവ് ഹൂസ്, ഒബ്ജക്റ്റീവ് ഹും. ഹൂസ് എന്ന് പറയുമ്പോൾ പൊസസീവാണ്, ഹും എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവാണ്. നോക്കി, വാട്ട് പേഴ്സൺ, ഹൂ ഡിഡ് ഇറ്റ്, ആരാണത് ചെയ്തത്, ഹൂ ഡിഡ് ഇറ്റ്. ഓഫ് എ പേഴ്സൺ ഓഫ് വാട്ട് ക്യാരക്ടർ, ഹൂ ഡസ് ഷീ തിങ്ക് ഷീ ഈസ്, ആരാണെന്നാണ് വിചാരിക്കുന്നത്. ഇനി the person that or any person that to represent a specified or implied antecedent. It was who you thought, നീ ആലോചിച്ച ആൾ ആരാണോ അത് തന്നെ. ഇനി used relatively in restrictive or non-restrictive clauses to represent a specified antecedent, the antecedent being a person or something. അതായത് any kid who wants to, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, any man who wants to go to moon. അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അങ്ങ് അഡീഷണലായിട്ട് പറയുകയാണ്, അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതെല്ലാമാണ് ഹൂവിൻ്റെ യൂസേജസ് എന്ന് പറയുന്നത്. ഹൂ, ഹും, ഹൂസ്. അത് നമ്മൾ ഹും ഹൂസും വരുന്നത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഫോം ആണെങ്കിൽ ഹും വരും. ഹും ഡു യു ലൈക്ക് ടു മീറ്റ്, അല്ലെങ്കിൽ ഹൂസ് പെൻ ഈസ് ദിസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പൊസസീവാണ്, ഇത് ആരുടെയാണ്, ഹൂസ് പെൻ. അപ്പോൾ അതൊരു കുറച്ചുകൂടെ പൊസസീവ് ഫോമിലോട്ട് മാറി. ഹും എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഒബ്ജക്റ്റീവ് ഫോമിലോട്ട് മാറി. Okay, so this is how you can use who, whom and whose. Now we are moving on to the next word, that is how. How എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഇൻട്രോഗേറ്റീവ് അഡ്വർബ് തന്നെയാണ്. എങ്ങനെയാണ് നോക്കി, ഇൻ വാട്ട് വേ ഓർ മാനർ, ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ എന്ന് നിങ്ങൾക്കറിയാം. ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏതർത്ഥം വരെ. ഹൗ ഡാമേജ്ഡ് എന്നുള്ള വേർബിന് ഹൗ, എത്രമാത്രം, ഒരു അഡ്വർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. In what state or condition, how are you. See, how are is a verb, are is the verb there, how is the adverb here. Then how, for a reason, ഒരു കാരണം പറയാൻ, എന്തുകൊണ്ട് എന്നുള്ളത്. How can you talk such nonsense, എങ്ങനെ നിനക്കിത് പറയാൻ തോന്നുന്നു. See, how can you, എന്ത് കാരണം കൊണ്ട്. സോ അങ്ങനെ ചോദിക്കുന്നതിന് നമുക്ക് how യൂസ് ചെയ്യാം. പിന്നെയുള്ളത് യൂസ്ഡ് ആസ് ആൻ ഇൻറ്റൻസിഫയർ. ഹൗ സെൽഡം ഐ ഗോ ദർ, അതായത് കുറച്ചിങ്ങനെ ഇൻറ്റൻസിഫൈ ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഇൻറ്റൻസിഫയർ ആയിട്ടും യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ഹൗ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻട്രോഗേറ്റീവ് അഡ്വർബ്. നൗ മൂവിങ് ഓൺ ടു, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ കൺജങ്ഷൻ. എങ്ങനെയാണെന്ന് നോക്കി, ദ മാനർ ഓർ വേ ഇൻ വിച്ച്. എക്സാമ്പിൾ, ഹി കുഡിൻ ഫിഗർ ഔട്ട് ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. എന്താണ് അവന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കണക്റ്റിംഗ് വെർബായിട്ട് ആക്ട് ചെയ്തു. ഹീ കുഡിൻ ഫിഗർ ഔട്ട് ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. അതുപോലെ തന്നെ കണ്ടീഷനെക്കുറിച്ച്, മാനറിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണ് ഐ ഡോണ്ട് കെയർ ഹൗ യു ലീവ് യുവർ ഡെസ്ക് വെൻ യു ഗോ. നീ എങ്ങനെ പോകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. സോ ഐ ഡോണ്ട് കെയർ ഹൗ യു ലീവ് യുവർ ഡെസ്ക് വെൻ യു ഗോ. സി, ഓൾ ദീസ് ഷോസ് എ സോർട്ട് ഓഫ് കൺജങ്ഷൻ. ഇതൊക്കെ കൺജങ്ഷനായിട്ട് എങ്ങനെയാണ് ഹൗ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെൻ. ഇനിയുള്ളത് വെൻ ആണ്. വെൻ മെയിൻലി ഒരു അഡ്വർബായിട്ടാണ് വരുന്നത്. അറ്റ് വാട്ട് ടൈം ഓർ പീരിയഡ്, ഹൗ ലോങ് എഗോ, വെൻ ആർ ദേ ടു അറൈവ്, അല്ലെങ്കിൽ ഹൗ സൂൺ എന്ന് കാണിക്കുന്നതാണ്, അഡ്വർബായിട്ടാണ് യൂസ് ചെയ്യുന്നത് മിക്കവാറും. പിന്നെയുള്ളത് അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ്, വാട്ട് ഈസ് ദ ലെറ്റർ ഓഫ് കണ്ടോളൻസ്, എന്താണത് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് അഡ്വർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ വെൻ ഈസ് കോമൺലി യൂസ്ഡ് ആസ് ആൻ അഡ്വർബ്. ഓക്കെ, and it can also be used as a conjunction.
യു ക്യാൻ യൂസ് വെൻ ആസ് എ കൺജങ്ഷൻ ഓൾസോ. എങ്ങനെയാണ് കൺജങ്ഷൻ ആയിട്ട് വരുന്നത്? അറ്റ് വാട്ട് ടൈം നോക്കി, ടു നോ വെൻ ടു ബി സൈലൻറ്റ്, എപ്പോഴാണ് സൈലൻ്റ് ആവേണ്ടതെന്ന് അറിയാം, അറ്റ് വാട്ട് ടൈം. സോ ദാറ്റ് ഈസ് ഹൗ ടു വെൻ വരുന്നത്. പിന്നെ അറ്റ് ദ ടൈം ഓർ ഇൻ ദ ഇവൻറ്റ്, വെൻ വി വെയർ യങ്, എപ്പോഴായിരുന്നു നമ്മൾ യങ് ആയിരുന്നത്. ഇനി വെൻ ദ നോയ്സ് സ്റ്റോപ്സ്. ഇനി ഹീ ഈസ് ഇംപേഷ്യൻറ്റ് വെൻ ഹീ ഈസ് കെപ്റ്റ് വെയിറ്റിംഗ്. ദെൻ വൈ ആർ യു ഹിയർ, കോൺട്രാസ്റ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് കാണിക്കുന്നത്. വൈ ആർ യു ഹിയർ വെൻ യു ഷുഡ് ബി ഇൻ സ്കൂൾ, സ്കൂളിലായിരിക്കുന്ന സമയത്ത് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ സ്കൂളിലായിരിക്കുന്ന സമയം എന്തിനാണ് അവിടെ നിൽക്കുന്നത്, അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കൺജങ്ഷൻ. നെക്സ്റ്റ് ഈസ് വൈൽ ഓൺ ദ കോൺട്രറി കൺസിഡറിങ് ദാറ്റ് വേറാസ്, വൈ ആർ യു ഹിയർ വെൻ യു ഷുഡ് ബി ഇൻ ദ സ്കൂൾ, ദ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. So these are the major points that we are going to discuss in this chapter. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേജർ പോയിൻറ്റ്സ് ആണ് ഇപ്പം പറഞ്ഞു വെച്ചത്.